അങ്ങനെ നമ്മുടെ കൃഷ്ണമോളും ബബിതയും കൂടിയും കുറേ തുണിയൊക്കെ പർച്ചേസ് ചെയ്ത് വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ അലീനയ്ക്ക് നമ്മുടെ ബബിത ഒരു ചുരിദാറൊക്കെ കൊടുത്തിട്ട് പറയുന്നത് ഇത് അലീന ചേച്ചിക്ക് ഞങ്ങൾ വാങ്ങിയതാണ്, ഞാൻ വാങ്ങിയതാണെന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ അലീനയ്ക്കാണെങ്കിൽ വല്ലാതെ സങ്കടം വന്നിട്ട് കണ്ണിലൊക്കെ വെള്ളം നിറയുന്നുണ്ട്. കാരണം അവളുടെ അനിയത്തി അവൾക്ക് വേണ്ടി ഒരു ചുരിദാറൊക്കെ വാങ്ങിയപ്പോൾ അതിനപ്പുറം അവൾക്കൊരു സന്തോഷം വേറെ ഒന്നുമില്ല. അവൾക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും രോഹിത് അലീന ചേച്ചിയോട് ചെന്നിട്ട് പറയേണ്ടത് ചേച്ചി സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് കത്ത് വന്നിട്ടുണ്ട്, മാനേജർ ചേച്ചിയോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നോടോ? അച്ഛനോടല്ലേ മോനെ കൂട്ടിയിട്ട് പോകണ്ടേ, എന്നോട് എന്തിനാ വരാൻ പറഞ്ഞത്? അറിയില്ല, ലെറ്ററിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അലീന ചേച്ചിയോട് പ്രത്യേകം വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ വൈജ അലീനോട് വന്നിട്ട് പറയുന്നുണ്ട്, നീ ആരാടി എൻ്റെ മോൻ്റെ കാര്യത്തിൽ ഇടപെടാം, നിന്നോട് ഞാൻ ഇവിടുന്ന് പോകാനല്ലേ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. മാഡം, ഞാൻ രോഹിത്തിൻ്റെ കാര്യം മാത്രം ഒന്ന് ശരിയാക്കിയിട്ട് പോയിക്കോളാം, ഞാൻ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോയിക്കോളാം, എൻ്റെ മോൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, നീ ആരാടി എൻ്റെ മോൻ്റെ കാര്യം നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വൈജ ഒരുപാട് ചൂടാവുന്നുണ്ട്. ആ സമയത്ത് അലീന ഒന്നും കൂടി പറയണ്ട, മാഡം എനിക്ക് ഇന്നൊരു ദിവസം കൂടി സമയം തരൂ, ഞാൻ എന്തായാലും രോഹിത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറയുന്നുണ്ട്. നിനക്ക് ഒരു ദിവസം പോയി ഒരു സെക്കൻഡ് പോലും ഒഴിവില്ല, ഇന്ന് രാത്രി ആകുമ്പോഴേക്കും ഒന്നില്ലെങ്കിൽ നീ ഒന്നില്ലെങ്കിൽ ഞാൻ, എന്തായാലും രണ്ടാളിൽ ഒരാളെ ഇവിടെ പാടുള്ളൂ, ആരാ ഇറങ്ങേണ്ടത് നീ തീരുമാനിച്ചോ എന്ന് പറഞ്ഞ അലീനയോട് ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ വൈജ പോണ്ട്. അലീനയാണെങ്കിൽ ഒരുപാട് കരഞ്ഞുകൊണ്ട് നിൽക്കും. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.